വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 30-ാമത്തെ തിരുവചനം, ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇത്രമാത്രം അലങ്കരിക്കുന്നുവെങ്കിൽ, ദൈവം ഇത്രമാത്രം കെയർ ചെയ്യുന്നുവെങ്കിൽ, അല്പവിശ്വാസികളെ നിങ്ങളെ ദൈവം എത്രമാത്രം ശ്രദ്ധിക്കുകയില്ല, പരിപാലിക്കുകയില്ലേ, അലങ്കരിക്കുകയില്ലേ തമ്പുരാൻ ചോദിക്കുക. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട. നമ്മൾ ഉത്കണ്ഠപ്പെട്ടിട്ട് നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും ഒരു ശകലമെങ്കിലും നീട്ടാൻ നമുക്ക് പറ്റില്ല. എനിക്കും നിങ്ങൾക്കും കേട്ടോ, ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ ധൈര്യമായിട്ടിരിക്കുക. തമ്പുരാൻ പരിപാലിക്കും. ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം നയിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കർത്താവിനോട് പറയാം, ദൈവമേ, എൻ്റെ ഭാരം നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. കർത്താവേ, എൻ്റെ മക്കളെ നിൻ്റെ കയ്യിൽ സമർപ്പിക്കുക. എൻ്റെ ഉത്കണ്ഠകൾ നിനക്ക് ഏൽപ്പിച്ചു തരിക. എന്തിനെക്കുറിച്ചാണോ ഞാനിപ്പോൾ അസ്വസ്ഥതപ്പെടുന്നത്, ആ കാര്യങ്ങൾ, ആ പ്രശ്നങ്ങൾ നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുക. ഏറ്റെടുക്കുക ദൈവമേ. ഈ മക്കളോട് കരുണ കാണിക്കുക. ഇന്ന് ഈ തിരുവചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളെല്ലാം മാറിപ്പോകട്ടെ. മനസ്സ് ഫ്രീ ആകട്ടെ. ധൈര്യം കൊടുക്കട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങളിൽ ആ പരിശുദ്ധാത്മാവ് നിറയട്ടെ. രക്ഷയുടെ അനുഭവം ഞങ്ങൾ കരസ്ഥമാക്കട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. അഭിവൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും ഞങ്ങൾ നയിക്കപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.